ഈ ഗെയിമിൽ ഏറ്റവും ബേസിക്സ് ആണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഗെയിം കളിച്ച് കുറച്ചെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോ. യോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റെയിൻബോ സിക്സ് സീജിൻ്റെ കുറച്ച് ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ഓക്കെ. അപ്പോൾ റെയിൻബോ സിക്സ് സീജ് എന്ന് പറയുന്നത് ഒരു ടാക്ടിക്കൽ ഷൂട്ടിംഗ് ഗെയിമാണ്. നിങ്ങൾ പബ്ജി കളിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഫ്രീ ഫയർ കളിക്കുന്ന പോലെ, അല്ലെങ്കിൽ വേറെ ഏത് ഗെയിം കളിക്കുന്ന പോലെ റഷ് ചെയ്ത് ഗൺ പവർ കാണിച്ച് ഫയർ പവർ കാണിച്ച് കളിക്കുന്ന ഒരു ഗെയിമല്ല പറയുന്ന റെയിൻബോ. നിങ്ങൾ ഈ റെയിൻബോ സിക്സ് സീജിൻ്റെ അകത്ത് വെയിറ്റ് ചെയ്ത് കളിക്കുന്നത്, അതായത് ഇപ്പോൾ നിങ്ങളതാ ഇങ്ങനെ ഒരു ഒബ്സ്റ്റക്കിളിൻ്റെ അവിടെ വന്നിരുന്ന് വെയിറ്റ് ചെയ്യാറ്, ഇങ്ങനെ ഒരു കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് ഈ ഓരോ വെയിറ്റ് ചെയ്യുന്ന ടൈമിന് വരെ ഇതിൻ്റെ അകത്ത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ കളിക്കുന്ന മാപ്പിൻ്റെ പേര് റെസ്റ്റോറൻറ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ മാപ്പിൽ ഞാൻ എന്താ, ഇതൊരു എൻട്രൻസ് ആണ്. ഈ ഒരു എൻട്രൻസ് വഴി കയറി ഡൈനിങ് റൂമിൽ കയറി ഓക്കെ ഞാനിപ്പോൾ ബാരിക്കേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് വരും. ഈ ഒരു ഭാഗത്ത് ഇപ്പം എൻ്റെ സ്മോക്ക് അല്ല ഇരിക്കുന്നത്. ഇപ്പം എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് സ്മോക്ക് എന്നാണ്, ഓപ്പറേറ്ററിൻ്റെ പേര് സ്മോക്ക് എന്നാണ്. സ്മോക്ക് അല്ല, എൻ്റെ ക്യാപ്റ്റൻ ആണ് ഇരിക്കുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഒരു ട്രാപ്പ് വെക്കും. ഓക്കെ, ഇവിടെ ഒരു ബൂബി ട്രാപ്പ് വെക്കും. ഞാൻ ഇപ്പോൾ എൻ്റെ ക്യാപ്റ്റൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്താ ഇവിടെ സ്മോക്കിൽ ബാരിക്കേഡ് ചെയ്യാണ്. സ്മോക്ക് അല്ല, ബാരിക്കേഡ്. ഇവിടെ ബാരിക്കേഡ് ഓക്കെ, ബാരിക്കേഡ് ചെയ്തു. അപ്പോൾ ഈ ഒരു മാപ്പ് ഇപ്പം നിങ്ങൾ നോക്കുക, അനലൈസ് ചെയ്യുക. ഈ ഒരു മാപ്പിൽ ഇതൊരു എൻട്രി പോയിന്റ് ആണ്, പിന്നെ അടുത്ത എൻട്രി പോയിന്റ് ഈ ഒരു പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് ഏറ്റവും സേഫ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടാണ്. ഇവിടുന്ന് ഒരു എനിമി അറ്റാക്ക് ചെയ്താൽ നമുക്കറിയാൻ പറ്റും, ഇവിടുന്ന് ഒരു എനിമി അറ്റാക്ക് ചെയ്താൽ നമുക്കറിയാൻ പറ്റും. ഒരു വുഡൻ പോർഷൻ നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യണം. ഇതിപ്പോൾ പ്രാക്ടീസ് ആയതാണ് ഞാൻ ചെയ്യാത്തത്. ഈസി ആയിട്ട് നമുക്ക് അവരെ ടേക്ക് ഡൗൺ ചെയ്യാം. ഇപ്പം നിങ്ങളുടെ ഒരു സ്മോക്ക് ഉണ്ട്, സ്മോക്ക് ഇവിടെ ഒരു ഗ്യാസ് ഗ്രനേഡ് ഇടുക, അവിടുന്ന് എനിമി വരിക എന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറയാനുള്ളത് എനിക്ക് മാപ്പ് അനലൈസ് ചെയ്യുക. മാപ്പ് നിങ്ങൾ അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ വീണ്ടും വീണ്ടും ഒരു മാപ്പ് തന്നെ കളിക്കുക. അതിൽ മാപ്പ് റാൻഡം ആയിട്ടാണ് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു മാപ്പിൻ്റെ ഒരു ഐഡിയ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ടിപ്പ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടിപ്പും ഫസ്റ്റത്തെ ടിപ്പും ഇതാണ്. നിങ്ങളിപ്പോൾ വെറുതെ ഗൺ പവർ കാണിക്കാനായിട്ട്, വെറുതെ ഫയർ പവർ കാണിക്കാനായിട്ട് നിങ്ങൾ റഷ് ചെയ്യുക. നിങ്ങൾക്ക് നല്ല ഫയർ പവർ ഉണ്ട്, നിങ്ങൾ റഷ് ചെയ്ത് കയറുക. പക്ഷെ കയറുന്നിടത്തൊന്നും എനിമിയെ കാണുന്നില്ല. കാരണം എന്താ, നിങ്ങൾക്ക് മാപ്പ് അറിയത്തില്ല. എനിമീസ് എല്ലാവരും പ്ലാന്റിന്റെ സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു എ സൈറ്റിലോ ബി സൈറ്റിലോ എല്ലാം ആയിരിക്കും. നിങ്ങൾ മാപ്പിൽ ഇങ്ങനെ കറങ്ങി നടക്കും. പക്ഷെ എന്താണ്, നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ നടന്ന് അവസാനം ഇങ്ങനെ കയറി വരുമ്പോൾ നിങ്ങൾക്ക് അറിയാത്തൊരു പോയിന്റിൽ നിന്ന് ബ്ലൈൻഡായിട്ട് നിങ്ങൾ ഫയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഓപ്പറേറ്ററിനെ സെലക്ട് ചെയ്യാണ്. ഓപ്പറേറ്ററിനെ സെലക്ട് ചെയ്യുന്നതിൽ നമുക്കൊരു ചോയ്സ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്പറേറ്ററിനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏത് ഓപ്പറേറ്ററാണ് നന്നായിട്ട് കളിക്കാൻ പറ്റുന്നത്. ഇപ്പം എൻ്റെ കാര്യത്തിൽ സ്മോക്ക് എനിക്ക് ക്ലോസ് കോമ്പാറ്റിൽ കുറച്ചുകൂടി നല്ല യൂസ്ഫുൾ ആണ്. കാരണം ഷോർട്ട് ഗൺ ഒക്കെ ഉണ്ട്. ഇപ്പോൾ എനിക്ക് എന്താണ്, ഒരു ഡിസ്ട്രക്റ്റീവ് ഫയർ പവർ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് ഈ ഒരു സ്മോക്കിൻ്റെ കാര്യത്തിൽ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്പറേറ്ററെ നിങ്ങൾ ചൂസ് ചെയ്ത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്പറേറ്ററിനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കാരണം ഇതിലൊരു നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇപ്പം എൻ്റെ സജഷൻ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ള സ്മോക്ക് നല്ലൊരു ഡിഫൻഡറാണ്. ഓൾസോ ജിങ് നല്ലൊരു അറ്റാക്കറാണ്. ഇവ രണ്ടുപേരാണ് എൻ്റെ ഫേവറേറ്റ് ഡിഫൻഡറും അറ്റാക്കറും വരുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഏത് ഓപ്പറേറ്ററിനെയാണ് യൂസ് ചെയ്യുന്നതിലും ആ ഓപ്പറേറ്ററിൻ്റെ എബിലിറ്റീനെ പറ്റി നല്ല ഗ്രാഹ്യം ഉണ്ടായിരിക്കുക. കാരണം ഇപ്പോൾ അതാ എനിക്ക് ഈ ഒരു സ്മോക്കിൻ്റെ ഈ ഒരു എബിലിറ്റി, സിമ്പിൾ എബിലിറ്റി, സ്റ്റിക്കി സ്മോക്ക് എറിയും. എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ള ടൈമിൽ ഈ ഒരു ബോംബ് എനിക്ക്, ഈ ഒരു സ്മോക്ക് എനിക്ക് അപ്പോൾ ഇതൊരു ഗ്യാസ് ഗ്രനേഡായിട്ട് മാറും. ഓക്കെ, ഇതെനിക്ക് ഇവിടെ വന്നിങ്ങനെ ട്രാപ്പൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു രീതിയിലാണ് ഈ ഒരു സാധനം ഇരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഓരോ ഓപ്പറേറ്റേഴ്സിനെ എടുക്കുമ്പോഴും ആ ഒരു ഓപ്പറേറ്ററിന്റെ സ്കിൽ സെറ്റ് നിങ്ങൾക്ക് നല്ല അറിവ് വേണം. എങ്ങനെയാണ് ആ ഒരു ഓപ്പറേറ്റർ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സിറ്റുവേഷൻസിൽ ആ ഒരു ഓപ്പറേറ്ററിനെ വർക്ക് ചെയ്തെടുക്കാൻ പറ്റും നന്നായിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയെടുക്കണം. ഓക്കെ, ഇതാണ് മൂന്നാമത് പറയാനായിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള 3 ട്രിക്സ്. ട്രിക്കല്ല, 3 ടിപ്സ് ഇതാണ്. ഏറ്റവും ബേസിക് ഇതാണ്. ഓക്കെ, പിന്നെ ഇതാ ഇങ്ങനത്തെ വുഡൻ വോൾസ് ഒക്കെ നമുക്ക് റീഎൻഫോഴ്സ് ചെയ്യാൻ കേട്ടോ. പക്ഷെ ഈ ഒരു സാധനം ബ്രേക്ക് ചെയ്യാൻ പറ്റിയ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിന്റെ സ്കിൽസിനെ പറ്റി നിങ്ങൾ അവെയർ ആയിരിക്കണം. ഒപ്പണൻസ് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിന്റെ സ്കിൽസിനെ പറ്റി നിങ്ങൾ അവെയർ ആയിരിക്കണം. ചിലപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇവിടെ ഒരു ബൂബി ട്രാപ്പ് ഉണ്ടാവും, നിങ്ങൾ ഓടിച്ചെന്ന് കയറും. അപ്പോൾ എന്ത് പറ്റും, നിങ്ങൾ ഷോക്കാവും, നിങ്ങളുടെ ലൈഫ് കുറയും. ചിലപ്പോൾ നിങ്ങളൊന്ന് ഒരു കുറച്ച് നേരത്തേക്ക് മൊമെന്ററി സ്റ്റൺ ആവും. അപ്പോൾ ഇവിടെ നിനക്ക് ഇങ്ങനെ നിൽക്കുന്നവൻ ആരെയും അറ്റാക്ക് ചെയ്യും. സോ
ഓപ്പറേറ്റേഴ്സിനെ പറ്റി ഒരു അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സിനെ പറ്റി ഒരു അറിവ് ഉണ്ടായിരിക്കുന്ന വളരെ നല്ല കാര്യമാണ്. ഓക്കെ, ഇത്രയും ടിപ്സാണ് ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഞാനും ഈ ഒരു ഗെയിം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഗെയിമിനെ പറ്റി എന്ത് ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയാലും ഞാൻ നിങ്ങളായിട്ട് അത് ഷെയർ ചെയ്തിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്, സീ യു ഓൾ, ലവ് യു ഓൾ, ബൈ.